നമസ്കാരം. ചലഞ്ചർ ഓഫ് ടീച്ചിങ്ങിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോശവിഭജനത്തിനെ പറ്റിയാണ്. അപ്പോൾ കോശവിഭജനത്തില് നമ്മൾ ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് കാരിയോകൈനസിസ്, ന്യൂക്ലിയസിന്റെ വിഭജനത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് കോശദ്രവ്യത്തിന്റെ വിഭജനമാണ്. അതാണ് സൈറ്റോകൈനസിസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സൈറ്റോകൈനസിനെ കുറിച്ചാണ്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? മൈറ്റോസിസ് ആണല്ലേ പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നു മൈറ്റോസിന്റെ പ്രത്യേകതകൾ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാം. എന്തായിരുന്നു? ഒരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളാകുന്ന പ്രക്രിയയാണ് അല്ലെ. അപ്പൊ ഒരു കോശം വിഭജിച്ച് എന്താവുന്നു? രണ്ട് കോശങ്ങളാകുന്ന ഒരു കോശ വിഭജന രീതിയായിരുന്നു ഏതെന്ന് പറയുന്നത്? നമ്മുടെ മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്നത്. ഇവിടെ ക്രോമോസം സംഖ്യക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പോ 46 എന്നുള്ളൊരു കോശം വിഭജിച്ച് രണ്ട് കോശങ്ങളാകുകയാണെങ്കിൽ അതിൽ ക്രോമോസം സംഖ്യക്ക് ഒരു വ്യത്യാസം വരുന്നില്ല. ക്രോമോസം സംഖ്യ എത്ര തന്നെയാണ്? 46 തന്നെയാണ് ആ ഓരോ കോശങ്ങളിലുമുള്ള ക്രോമോസം സംഖ്യ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു കോശം വിഭജിച്ച്, ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങളാകുന്ന പ്രക്രിയയാണ് ക്രമഭംഗം. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ക്രോമോസം സംഖ്യയ്ക്ക് ഒരു വ്യത്യാസം വരുന്നില്ല എന്ന് പറഞ്ഞു. ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിന്റെ വിഭജനമാണ്. അതിന് നമ്മൾ പറഞ്ഞ പേരായിരുന്നു കാരിയോകൈനസിസ് അല്ലെ. ഈ കാരിയോകൈനസിസ് 4 സ്റ്റേജസ് ആയിട്ടായിരുന്നു നടന്നത്. ഏതൊക്കെയായിരുന്നു അത് സ്റ്റേജസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? പ്രോഫേസ് ആണ് അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോഫേസ്. പിന്നെന്തായിരുന്നു? മെറ്റാഫേസ് ആണ് അല്ലെ. മെറ്റാഫേസ്. പിന്നെന്തായിരുന്നു? അനാഫേസ്, പിന്നെ ടീലോഫേസ്. ഓക്കെ, അനാഫേസ്, പിന്നെ ടീലോഫേസ്. ഇങ്ങനെ 4 സ്റ്റേജസിൽ വഴിയാണ് നമ്മുടെ കോശ വിഭജനത്തിലെ കാരിയോകൈനസിസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് നടക്കുന്നത്. അപ്പൊ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പൊ ഇതിനകത്ത് ഓരോന്നിലും നടക്കുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ കോശത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ടീലോഫേസ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു കോശത്തിനുള്ളിൽ എത്ര ന്യൂക്ലിയസുകൾ ഉണ്ടായി? എത്ര പുത്രികാ ന്യൂക്ലിയസുകളാണ് ഉണ്ടായത്? 2 പുത്രികാ ന്യൂക്ലിയസുകളായിരുന്നു ഉണ്ടായിരുന്നത് ആണല്ലോ. പക്ഷേ ഇവിടെ എന്താണ്? ഒരു കോശത്തിനുള്ളിൽ 2 പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടായി. പക്ഷെ ഈ കോശം 2ആയിട്ട് മാറിയോ? ഇല്ല, 2ആയിട്ട് മാറിയില്ല. അപ്പോൾ ഈ കോശം ഇനി 2ആയിട്ട് മാറണമെങ്കിൽ എന്തുകൂടെ വിഭജിച്ചാലേ പറ്റുള്ളൂ? നമ്മുടെ ഈ കോശദ്രവ്യവും കൂടെ എന്ത് ചെയ്യണം? വിഭജിക്കണം. ഓക്കെ, സൈറ്റോപ്ലാസവും കൂടെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ കോശം, നമുക്ക് ഒരു കോശം വിഭജിച്ച് 2 കോശങ്ങളായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നടക്കുന്നത് എന്താണ്? കോശദ്രവ്യത്തിന്റെ വിഭജനമാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താണ്? സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സൈറ്റോകൈനസിസ് നമ്മുടെ ജന്തുക്കളിലും സസ്യങ്ങളിലും നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ രണ്ടിലും ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ജന്തുക്കളിൽ എങ്ങനെയാണ്? വളരെ ഈസിയാണ്. നോക്കിക്കേ, നമ്മുടെ പ്ലാസ്മ സ്തരം, കോശത്തിന്റെ പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശസ്തരം, നമ്മുടെ സെൽ മെംബ്രെയിൻ എന്നൊക്കെ പറയും അല്ലെ. ആ ഒരു പ്ലാസ്മ സ്തരം എന്താ ചെയ്യുന്നത്? മധ്യഭാഗത്തായി ഉൾവലിയുന്നു. കണ്ടില്ലേ? ഈ ഒരു പിക്ചറിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു പ്ലാസ്മ മെംബ്രെയിൻ, കോശത്തിന്റെ ആ ഒരു എന്താണ് സ്ഥലം എന്ത് ചെയ്യുന്നു? അതിന്റെ മിഡിൽ ഭാഗത്ത്, മധ്യഭാഗത്തേക്ക് എന്താണ്? അകത്തേക്ക് എന്ത് ചെയ്യുന്നു? ഉൾവലിയുന്നതായിട്ട് കാണാം. കണ്ടില്ലേ? ഇങ്ങനെ ഉൾവലിയുന്നതായിട്ട് കാണാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഉൾവലിഞ്ഞ് അവർ രണ്ടിനും കൂടെ എന്താണ്? ഒരു പോയിന്റിൽ ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ 2 കോശങ്ങളും 2 പുത്രികാ കോശങ്ങളായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സെൽ എന്ത് ചെയ്യുന്നു? 2 പുത്രികാ കോശങ്ങളായിട്ട് മാറുന്നതാണ് ഈ ഒരു സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഇതെന്താണ്? ജന്തുക്കളിലുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ എന്താണ്? നമ്മുടെ പ്ലാസ്മ സ്ഥലം, കോശത്തിന്റെ പ്ലാസ്മ സ്ഥലം എന്ത് ചെയ്യുന്നു? മധ്യഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഉൾവലിയുന്നു. ഉൾവലിഞ്ഞിട്ട് അതൊരു പോയിന്റിൽ എത്തുമ്പോൾ 2ആയിട്ട് സെപ്പറേറ്റ്, 2 സെൽസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഒരൊറ്റ കോശത്തിൽ നിന്നും 2 കോശങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ ക്രമഭംഗം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ജന്തുക്കളിലുള്ള സൈറ്റോകൈനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ സസ്യങ്ങളിലുള്ള കോശദ്രവ്യത്തിന്റെ വിഭജനം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, സസ്യങ്ങൾക്ക് എന്തുണ്ട്? കോശഭിത്തി ഉണ്ട് എന്ന് നമുക്കറിയാലേ. സെൽവോൾ ഉണ്ട്. സെൽവോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സെല്ലോസ് എന്ന് പറയുന്ന ഒരു ഘടകം കൊണ്ടാണ് നമ്മുടെ സസ്യങ്ങളിലെ പ്ലാന്റ് സെൽവോൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ പുത്രികാ ന്യൂക്ലിയസുകൾക്കിടയിൽ ചെറു സ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. നിങ്ങൾ കണ്ടില്ലേ? നമുക്കറിയാം ഇങ്ങനെ ഒരു കോശം ഉണ്ടാവും. ആ കോശത്തിനുള്ളിൽ എന്താണ്? 2 പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടായി.
ആ പുത്രികാ ന്യൂക്ലിയസിനുള്ളിൽ ചെറിയ ചെറിയ വെസിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്യൂൾസ് പോലെയുള്ള ചെറിയ ചെറിയ എന്തുണ്ട് സ്തരസഞ്ചികൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ ഈ മിഡിൽ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നു രൂപപ്പെടുന്നു. ഓക്കെ, ആ ചെറുസ്തര സഞ്ചികൾ രൂപപ്പെട്ടതിന് ശേഷം എന്താ ചെയ്യുന്നത്, ഈ ചെറുസ്തര സഞ്ചികളെല്ലാം കൂടെ ചേർന്ന് ഒരു കോശഫലകം രൂപപ്പെടുന്നു. ഇപ്പൊ നമുക്ക് ചെറിയ ചെറിയ കുറെ വെള്ളത്തുള്ളികൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും കുറെ കഴിഞ്ഞ് നമ്മൾ അതിനെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എന്താണ് അത് വലിയ ഒരു വെള്ളത്തുള്ളിയായിട്ട് മാറും ഇല്ലേ. അതുപോലെ ഈ ചെറുസ്തര സഞ്ചികളെല്ലാം കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നു, ഒരു കോശഫലകമായിട്ട് മാറുന്നു. ഓക്കെ, ഈ കോശഫലകം രൂപപ്പെട്ടതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നു, രണ്ട് വശത്തേക്കും വളർന്ന് പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഈ കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് നമ്മുടെ പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അത് രണ്ടായിട്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ പ്ലാസ്മ സ്തരവുമായിട്ട് ചേരുമ്പോൾ എന്താവുന്നു, ഈ രണ്ട് കോശങ്ങളും രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു സിംഗിൾ കോശം എന്താവുന്നു, രണ്ടായിട്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് സസ്യങ്ങളിലുള്ള കോശവിഭജന രീതി എന്ന് പറയുന്നത്, നമ്മുടെ ഒരൊറ്റ കോശത്തിൽ തന്നെ രണ്ട് പുത്രികാ ന്യൂക്ലിയസുകൾ നമുക്ക് കാണുന്നുണ്ട് അല്ലെ. ആ പുത്രികാ ന്യൂക്ലിയസുകൾക്കിടയിൽ എന്താണ് ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. അത് ഓർത്ത് വെക്കാം, ചെറുസ്തര സഞ്ചികൾ രൂപപ്പെടുന്നു. ഇനി എന്താ ചെയ്യുന്നത്, ഈ ചെറുസ്തര സഞ്ചികളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ചേർന്നിട്ട് അവിടെ ഒരു കോശഫലകം രൂപീകരിക്കുന്നു. ഈ കോശഫലകം എന്താ ചെയ്യുന്നത്, ഇരുവശങ്ങളിലേക്കും വളർന്ന് നമ്മുടെ പ്ലാസ്മ സ്തരവുമായിട്ട് ചേർന്ന് രണ്ട് കോശങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സസ്യങ്ങളിലുള്ള സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന പ്രക്രിയ. ഓക്കെ, അപ്പൊ ഇത്രയാവുമ്പോൾ സസ്യങ്ങളിലും എന്ത് സംഭവിക്കുന്നു, രണ്ടും രണ്ട് കോശങ്ങളായിട്ട് മാറി. അപ്പൊ ഇതാണ് നമ്മുടെ മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈറ്റോസിസിനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നോക്കാം, കോശവിഭജന ഫലമായി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വളർന്ന് വീണ്ടും വിഭജനത്തിന് വിധേയമാകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു കോശം വിഭജിച്ച് എന്താണ് അവിടെ ഒരു കോശം എന്താണ് വളരുന്നു. നമ്മൾ പറഞ്ഞു ഇന്റർഫേസിലൂടെ കടന്നു പോകുന്നു അല്ലെ, തയ്യാറെടുപ്പ് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം ഏത് ഘട്ടത്തിൽ പോകുന്നു, വിഭജന ഘട്ടത്തിൽ പോകുന്നു. ആ വിഭജന ഘട്ടത്തിൽ തന്നെ രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഫസ്റ്റ് ന്യൂക്ലിയസിന്റെ വിഭജനം കാരിയോകൈനസിസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ സൈറ്റോപ്ലാസത്തിന്റെ വിഭജനം സൈറ്റോകൈനസിസ്. ഈ രണ്ട് പ്രക്രിയയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നമ്മുടെ കോശം രണ്ട് കോശങ്ങളായിട്ട് പോകുന്നത് ആണല്ലോ. അപ്പൊ ഈ കോശ വിഭജനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ പുത്രികാ കോശങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വളരുന്നു. വീണ്ടും വളർന്ന് ഈ കോശങ്ങൾക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരും ഇന്റർഫേസിലൂടെ കടന്നുപോയി അവരും വീണ്ടും എന്ത് ചെയ്യുന്നു, വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തേ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിച്ചതിന് ശേഷം മാത്രമാണ് കോശം വിഭജിക്കുന്നത്. അതിനാൽ എത്ര തവണ കോശ വിഭജനം നടന്നാലും കോശത്തിലെ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല. അപ്പം പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, എന്താണ് മൈറ്റോസിസിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം വരുന്നില്ല, അതിന് കാരണം എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം എന്താണ്, നമ്മൾ പറഞ്ഞു ഈ തയ്യാറെടുപ്പ് ഘട്ടത്തിൽ എന്താ സംഭവിക്കുക, കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്താണ് നമ്മുടെ ജനിതക വസ്തു ഇരട്ടിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോശ വിഭജനം ഒക്കെ നടക്കുന്നത്. അപ്പൊ ജനിതക വസ്തു ഇരട്ടിക്കുന്നു, നമ്മുടെ കോശം വളർച്ച ഉണ്ടാവുന്നു, അതുപോലെ തന്നെ കോശാംഗങ്ങളുടെ എണ്ണം കൂടുന്നു, അപ്പൊ ഇത്തരത്തിലുള്ള കോശദ്രവ്യത്തിന്റെ അളവ് കൂടുന്നു. ഇങ്ങനെ കുറേ മാറ്റങ്ങൾ ഏത് ഫേസിൽ നടക്കുന്നുണ്ട്, ഇന്റർഫേസ് അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം അല്ലെ. ഈ ഒരു ഫേസിനകത്ത് കുറേ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ പ്രാവശ്യം കോശം വിഭജിക്കുന്നതിന് തൊട്ട് മുന്നേയും നമ്മുടെ ജനിതക വസ്തു ഇരട്ടിച്ചതിന് ശേഷം മാത്രമാണ് വിഭജിക്കുന്നത്. അപ്പൊ ഇരട്ടിച്ചതിന് ശേഷം അത് വിഭജിക്കുമ്പോൾ എന്താണ്, ഓരോ കോശങ്ങളിലും 46 എന്നുള്ള ജനിതക വസ്തുവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ക്രോമസോം സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് 46 തന്നെയായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് എത്ര വിഭജനം കഴിഞ്ഞാലും നമ്മുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് എത്ര തന്നെ ആവുന്നത്, 46 തന്നെ ആവാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ക്രമഭംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ക്രമഭംഗം എന്ന് പറയുന്ന ഒരു നിയന്ത്രണമായിട്ടൊരു പ്രവർത്തനമാണ് അല്ലെ, എന്താണ് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു വിഭജനം നടക്കുന്നതൊക്കെ വളരെ കൺട്രോൾഡ് മാനറിലാണ് നടക്കുന്നത്. പക്ഷേ ചില കണ്ടീഷനിൽ ഈ ഒരു കൺട്രോൾഡ് ആയിട്ട് നടക്കുന്ന ഈ ഒരു കാര്യം ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കുറച്ച് തകരാറുകൾ സംഭവിക്കുന്നു. ആ തകരാറുകൾ സംഭവിക്കുമ്പം എന്താ സംഭവിക്കുക, നമ്മുടെ ഈ കോശം വളരെ നിയന്ത്രിതമായിട്ട് നടക്കുന്നതാണ്. ഇതെന്ത് ചെയ്യുന്നു, അനിയന്ത്രിതമായി ഒരുപാടായിട്ട് അങ്ങ് വിഭജിക്കുന്നു. അപ്പൊ ഒരു കോശം ചിലപ്പോൾ കുറച്ച് വിഭജിക്കാനുള്ളതിന് അത് എന്ത് ചെയ്യുന്നു, 1000 മടങ്ങ് അത് എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ അത് വിഭജിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കോശം അനിയന്ത്രിതമായിട്ട് വിഭജിക്കുന്ന ഒരു
കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കോശം ഒരുപാടായിട്ട് അനിയന്ത്രിതമായിട്ട് വിഭജിച്ച് ഒരുപാട് കോശങ്ങളായിട്ട് മാറി ട്യൂമേഴ്സ് ഒക്കെ ആയിട്ട് മാറുന്നു. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് നമ്മുടെ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോ ഈ നിയന്ത്രണത്തിന് തകരാറുകൾ സംഭവിക്കുന്നത് മൂലം കോശം അനിയന്ത്രിതമായിട്ട് വിഭജിച്ച് ക്രമരഹിതമായി പെരുകുന്നു. ഈ അവസ്ഥയാണ് നമ്മുടെ ക്യാൻസറിലേക്ക് നയിക്കുന്നത്. ഓക്കെ, കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ശരീര വളർച്ച സാധ്യമാകുന്നതും ഒക്കെ ക്രമഭംഗത്തിലൂടെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ക്രമഭംഗം എന്താണ്, നമുക്ക് എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അതൊക്കെ പരിഹരിച്ച് പുതിയ കോശങ്ങളൊക്കെ ഉണ്ടാവുന്നതൊക്കെ ഏത് വഴിയാണ്, ക്രമഭംഗത്തിലൂടെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ശരീര വളർച്ച സാധ്യമാകുന്നതും ഒക്കെ എന്തിലൂടെയാണ്, നമ്മുടെ ക്രമഭംഗത്തിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്രമഭംഗത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തൊരു ഡിവിഷൻ ഏതാണ്, നമ്മുടെ ഊനഭംഗമാണ് മിയോസിസ് എന്ന് പറയുന്നത് ആണല്ലോ. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഏകകോശ ജീവികളിലുള്ള ഒരു കോശ വിഭജനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു സാധാരണ ആൾക്കാരിൽ അല്ലെങ്കിൽ മൾട്ടി സെല്ലർ ആയിട്ടുള്ള ജീവികളിലൊക്കെ നമ്മുടെ ക്രമഭംഗം എന്തിന് കാരണമാകുന്നു, പ്രത്യുൽപാദനത്തിന് കാരണമാകുന്നുണ്ടോ? ഇല്ല. അതെന്താ ചെയ്യുന്നത്, നമ്മുടെ കോശം വളരാൻ വേണ്ടിയിട്ടും ശരീര വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണമാകുന്നത് അല്ലെ. അപ്പൊ നമ്മുടെയൊക്കെ ശരീരത്തിനകത്ത് ക്രമഭംഗം എന്ന് പറയുന്നത് ശരീര വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ ഏകകോശ ജീവികളിലെ ക്രമഭംഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏകകോശ ജീവികളിൽ നമുക്കറിയാം അവർക്ക് എത്ര കോശമാണുള്ളത്, ഒരൊറ്റ കോശമേ ഉള്ളൂ അല്ലെ, യൂണിസെല്ലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അപ്പൊ അവർക്ക് ഒരു കോശം മാത്രമാണുള്ളത്. അപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അമീബേനെ നമുക്ക് എടുക്കാം. അമീബ എന്ന് പറയുന്നത് മാതൃകോശം. ആ ഒരു മാതൃകോശം എന്ന് പറയുന്നത് ഒരു അമീബയാണ് അല്ലെ. അപ്പൊ ആ കോശം എന്ത് സംഭവിക്കുന്നു, ഈ ഒരു ഫസ്റ്റ് ഫേസ് നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് മൈറ്റോസിസിന്റെ ഫസ്റ്റ് ഫേസ് ആണ് എന്തെന്ന് പറയുന്നത് കാരിയോകൈനസിസ്. അതിനെന്താണ്, ആ ഒരു ന്യൂക്ലിയസ് വിഭജിച്ച് ഇതിനുള്ളിൽ കണ്ടില്ലേ 2 ന്യൂക്ലിയസ് ആയിട്ട് മാറി. അതിനുശേഷം നമ്മുടെ കോശദ്രവ്യം വിഭജിക്കുകയാണ്. ആ കോശദ്രവ്യം വിഭജിച്ച് 2 കുതൃക കോശങ്ങളായിട്ട് മാറുന്നു. അപ്പോ ഒരൊറ്റ കോശമുള്ള ജീവിയാണ് ഈ ഒരു അമീബ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോശം വിഭജിച്ച് 2 കോശങ്ങളായിട്ട് മാറുമ്പോൾ ഇത് രണ്ടും 2 ജീവികളാണ് അല്ലെങ്കിൽ 2 അമീബയാണ്. ഇതും ഒരു അമീബയാണ്, ഇതും ഒരു അമീബയാണ് അല്ലെ. അപ്പോ ഏകകോശ ജീവികളില് നമ്മുടെ മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്നത് എന്തിന് കാരണമാകുന്നു, എന്തിലേക്ക് നയിക്കുന്നു, പ്രത്യുൽപാദനത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏകകോശ ജീവികളില് നമ്മുടെ ക്രമഭംഗം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത്. ഏകകോശ ജീവികളിൽ വളർച്ച പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ മൈറ്റോസിസ് സാധാരണ നമ്മൾ പറഞ്ഞു നമ്മളിലൊക്കെ എങ്ങനെയാണ്, നമ്മുടെ കോശ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ഇവിടെ മാത്രം പ്രത്യുൽപാദനത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ നമ്മൾക്കൊക്കെ എങ്ങനെയാണ് പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്നത് മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം എന്ന് പറയുന്ന കോശവിഭജന രീതിയാണ്. നമുക്ക് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നത് മൈറ്റോസിസ് ക്രമഭംഗവും പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ടുള്ളത് മിയോസിസുമാണ്. പക്ഷെ ഏകകോശ ജീവികളിൽ മാത്രം അവരുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് പ്രത്യുൽപാദനത്തിലേക്കും കൂടെ നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കാം. ഇനി നമ്മൾ മിയോസിസ് പഠിക്കുന്നതിന് മുന്നേ സസ്യങ്ങളിലുള്ള ഒരു പ്രത്യേകതരം കോശങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതും ഈ വിഭജിക്കുന്ന ഒരു തരം കോശങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കോശങ്ങളെ പറയുന്ന പേരാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ് ഇവർ കാണുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, സസ്യങ്ങളിൽ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്, അവരുടെ വേരിന്റെയും അല്ലെങ്കിൽ തണ്ടിന്റെയും വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗങ്ങൾ അറ്റത്തായിരിക്കും, ഏറ്റവും ടിപ്പ് ഭാഗങ്ങളിലായിരിക്കും എന്ത് കാണുന്നത്, ഈ മെരിസ്റ്റമിക കോശങ്ങൾ കാണപ്പെടുന്നത്. ഇവ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സെൽസ് ആണ് ഈ ഒരു മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു സെൽസ്, ഈ ഒരു മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സെൽസ് ആണ്. അപ്പൊ ഈ സെൽസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു സസ്യഭാഗം എന്ത് ചെയ്യുന്നത്, വളരുന്നത്. അപ്പൊ സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാല് മെരിസ്റ്റമിക കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് സസ്യ വളർച്ച കാരണമാകുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഈ റൂട്ടിന്റെ ടിപ്പിൽ കാണുന്നു, അതുകൊണ്ട് തന്നെ റൂട്ട് എന്ത് ചെയ്യുന്നു, താഴേക്ക് വളരുന്നു. പിന്നെ കാണ്ഡത്തിന്റെ ടിപ്പിൽ കാണുന്നു, സ്റ്റെമ്മിന്റെ അറ്റത്ത് കാണുന്നത് കൊണ്ട് സ്റ്റെമ്മും എന്ത് ചെയ്യുന്നു, മേലേക്ക് വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അഗ്രഭാഗങ്ങൾ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ഒരു മെരിസ്റ്റമിക കോശങ്ങളാണ്. ഓക്കെ, അടുത്തത്
മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് വിവിധ ഇനം സസ്യകലകൾ രൂപം കൊള്ളുന്നത്. അപ്പൊ എന്താണ്, ഈ കലകളിൽ നിന്നാണ് പലതരത്തിലുള്ള സസ്യകലകൾ രൂപപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ സസ്യകലകൾ എന്ന് പറയുന്നത്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിറൻകൈമ, സൈലം, ഫ്ലോയം. ഇതാണ് പ്രധാനപ്പെട്ട സസ്യകലകൾ എന്ന് പറയുന്നത്. അതിൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലിറൻകൈമ എന്ന് പറയുന്നത് സിമ്പിൾ ടിഷ്യൂസ് ആണ്. ബാക്കി സൈലം, ഫ്ലോയം എന്ന് പറയുന്നത് കോംപ്ലക്സ് ടിഷ്യൂസ് ആണ് കേട്ടോ. അതില് സൈലവും ഫ്ലോയും, സൈലം എന്ന് പറയുന്നത് വാട്ടർ ആണ്, വാട്ടറിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സഹായിക്കുന്നു. ഫ്ലോയം എന്ന് പറയുന്നത് ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു നമ്മുടെ പ്ലാന്റ്സിൽ ലീവ്സ്, ഇലകളിലാണ് ആഹാരം നിർമ്മിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നത് നമ്മുടെ ഫ്ലോയം കുഴലുകളാണ്. ഇത് വാസ്കുലർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ സൈലത്തിനെയും ഫ്ലോയത്തിനെയുമാണ് സംവഹന കലകൾ എന്ന് വെച്ചാൽ സംവഹനത്തിന് വേണ്ടിയിട്ട്, എന്തെയോ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഫ്ലോയം എന്താണ്? ഫുഡിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ പല ഭാഗങ്ങളിലും എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സംവഹന കലയാണ് ഫ്ലോയം എന്ന് പറയുന്നത്. സൈലം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ വേര് വലിച്ചെടുക്കുന്ന ജലം, വെള്ളത്തിനെ നമ്മുടെ സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്ന സംവഹന കലയാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സൈലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ റൂട്ടിന്റെ ടിപ്പിൽ നിന്നും എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നു? സൈലം കുഴലുകളാണ് എത്തിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ എന്താണ്? നമ്മുടെ മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിവിധ ഇനം സസ്യകലകളൊക്കെ രൂപപ്പെട്ട് വന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഇത് ടിപ്പ് ഏതെങ്കിലും സസ്യത്തിന്റെ കാണ്ഡത്തിന്റെയോ അല്ലെങ്കിൽ വേരിന്റെയോ അഗ്രഭാഗങ്ങളിലായിരിക്കും ഈ മെരിസ്റ്റമിക കലകൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സസ്യങ്ങൾ വളർച്ച വെക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഭാഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വളർച്ച വെച്ചുകൊണ്ടിരിക്കുന്നു, താഴോട്ടുള്ള ഭാഗങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്നു? മെച്ചുവർ ആയിട്ട് അങ്ങിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഭാഗങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഒരു മെരിസ്റ്റമിക കോശവും ഒരു പൂർണ്ണ വളർച്ച എത്തിയ കോശവുമാണ്. അവയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം, മെരിസ്റ്റമിക കോശത്തിന്റെ മർമ്മം നിങ്ങൾ നോക്കിക്കേ. മർമ്മത്തിന്റെ ആനുപാതിക വലിപ്പം നോക്കാം. മെരിസ്റ്റമിക കോശത്തില് എന്താണ്? ഇവയുടെ താരതമ്യേന എന്താണ്? കുറച്ച് വലുതാണ് ഏതെന്ന് പറയുന്നത്? മെരിസ്റ്റമിക കോശത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണ വളർച്ച എത്തിയ കോശത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? ചെറുതാണ്. ഓക്കെ, ഇതെന്താണ്? താരതമ്യേന വലുതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മെരിസ്റ്റമിക കോശത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് താരതമ്യേന വലുതാണ്. മറ്റേതെന്താണ്? സാധാരണ അല്ലെങ്കിൽ ചെറുതാണ്. ഓക്കെ, അടുത്തത് കോശഭിത്തിയുടെ കനം നിങ്ങൾ നോക്കിക്കേ. നമ്മുടെ മെരിസ്റ്റമിക കോശത്തില് കോശഭിത്തിയുടെ കനം എന്താണ്? വളരെ കട്ടി കുറവാണല്ലേ. നമുക്ക് ഇവിടെ കാണാം, വളരെ കട്ടി കുറഞ്ഞ ഒരു കോശഭിത്തിയാണ് ഏതിൽ കാണുന്നത്? മെരിസ്റ്റമിക കലകളിൽ കാണപ്പെടുന്നത്. പക്ഷേ നമ്മുടെ പൂർണ്ണ വളർച്ച എത്തിയ സസ്യകോശങ്ങളുടെ കോശഭിത്തിയാണെങ്കിൽ എന്താണ്? നമുക്കറിയാം എന്താണ്? നല്ല കട്ടി കൂടിയ ഭിത്തിയാണ്. ഓക്കെ, അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു സെല്ലിന്റെ സെൽ വോൾ എന്ന് പറയുന്നത് കട്ടി കൂടിയതാണ്. എന്നാൽ നമ്മുടെ മെരിസ്റ്റമിക കോശത്തിന്റെ സെൽ വോൾ എന്ന് പറയുന്നത് വളരെ തിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് കോശദ്രവ്യത്തിന്റെ അളവ്. കോശദ്രവ്യത്തിന്റെ അളവ് നമുക്കറിയാം, ഇവിടെ എന്താണ്? ഒരുപാട് കോശദ്രവ്യമുണ്ട്. കാരണം ഇവിടെ നമ്മുടെ സെൽ ഓർഗനൽസ്, കോശാംഗങ്ങളൊന്നും വലുതായിട്ട് ഇവിടെ കാണുന്നില്ല അല്ലെ. കോശാംഗങ്ങൾ അങ്ങനെ ഒരുപാടൊന്നും ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ആ മെരിസ്റ്റമിക കോശങ്ങളിൽ എന്താണ്? നമ്മുടെ കോശദ്രവ്യം, സൈറ്റോപ്ലാസം തന്നെയാണ് ഉള്ളത്. പക്ഷേ നമ്മൾ പൂർണ്ണ വളർച്ചയെത്തിയ കോശം നോക്കുമ്പോൾ അവിടെ സൈറ്റോപ്ലാസത്തിന്റെ അളവ്, കോശദ്രവ്യത്തിന്റെ അളവ് വളരെ കുറവാണ്. കാരണം അവിടെ ബാക്കി ഒരുപാട് ആൾക്കാർ, മെമ്പേഴ്സ് അവിടെ ഉണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ആരൊക്കെയാണ്? ഗോൾഗി കോംപ്ലക്സ്, റൈബോസോം, മൈറ്റോകോൺട്രിയ, അതുപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റ്, അങ്ങനെയുള്ള ഒരുപാട് കോശാംഗങ്ങളൊക്കെ എന്താണ്? വാക്യൂള്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് പൂർണ്ണ വളർച്ച എത്തിയ ഒരു സസ്യകോശത്തിന്റെ കോശദ്രവ്യത്തില് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോശദ്രവ്യം വളരെ കുറവാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവയുടെ വ്യത്യാസങ്ങൾ? പൂർണ്ണ വളർച്ച എത്തിയ ഒരു കോശം മെരിസ്റ്റമിക കോശം തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചോദിക്കും, സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവയുടെ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മനുഷ്യരും ജന്തുക്കളും ഒക്കെ അവരുടെ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണോ? അല്ല, നമുക്ക് വളർച്ച എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? ഹൈറ്റ് വെക്കില്ല, അല്ലെങ്കിൽ വളർച്ചയൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? സസ്യങ്ങളിൽ മാത്രമാണ് ഒരു പ്രത്യേകതരം കോശങ്ങളുണ്ട്. അവ കണ്ടിന്യൂസ് ആയിട്ട് വിഭജിച്ചുകൊണ്ടേ ഇരിക്കുന്ന കോശങ്ങളാണ്. ആ കോശങ്ങളെ പറയുന്ന പേരാണ് എന്ത്? മെരിസ്റ്റമിക കോശങ്ങൾ. അപ്പൊ സസ്യങ്ങളിൽ മെരിസ്റ്റമിക കോശങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ വളർന്നുകൊണ്ടേ ഇരിക്കുന്നത്. മനുഷ്യരിലും ജന്തുക്കളിലും ഒന്നും മെരിസ്റ്റമിക കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള വളർച്ചയില്ല. ഓക്കെ, അപ്പോ
ഈ മെരിസ്റ്റം തന്നെ നമ്മൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മെരിസ്റ്റമാണ് നമ്മുടെ സസ്യങ്ങളിൽ കാണുന്നത്. ഓക്കെ, അപ്പം സസ്യങ്ങളിൽ എത്ര തരത്തിലുള്ള മെരിസ്റ്റംസ് ആണുള്ളത്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മെരിസ്റ്റംസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അഗ്ര മെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം, സെക്കൻഡ് വൺ പാർശ്വ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം, പാർവാന്തര മെരിസ്റ്റം ഓർ ഇൻട്രാ കാലറി മെരിസ്റ്റം. ഇങ്ങനെ 3 തരത്തിലുള്ള മെരിസ്റ്റംസ് ആണ് ഇതിൽ കാണുന്നത്, നമ്മുടെ സസ്യങ്ങളിൽ കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, അഗ്ര മെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം. എവിടെയാണ് അഗ്ര മെരിസ്റ്റം? അപ്പൊ തന്നെ നമുക്കറിയാം അഗ്രഭാഗങ്ങളിൽ അല്ലെങ്കിൽ ടിപ്പിലായിരിക്കും കാണുന്നത്. എവിടെയാണ്? വേരിന്റെയും കാണ്ഡത്തിന്റെയും ടിപ്പ് ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്തിനു വേണ്ടി സഹായിക്കുന്നു? നീളം കൂടാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മുടെ വേരിന്റെ ടിപ്പിൽ കാണുന്നത് കൊണ്ട് തന്നെ കണ്ടില്ലേ, ഇത് വേരാണ്. അതിന്റെ അറ്റത്ത് ഈ മെരിസ്റ്റമിക കോശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വേര് എന്ത് ചെയ്യുന്നു? താഴേക്ക് എലോങ്ങേറ്റ് ചെയ്യുന്നു, നീളം വെക്കുന്നു. അതുപോലെ തന്നെ കാണ്ഡത്തിന്റെയും ടിപ്പ് ഭാഗത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ കാണ്ഡം എന്ത് ചെയ്യുന്നു? സ്റ്റെം എന്ത് ചെയ്യുന്നു? മേലേക്ക് എലോങ്ങേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നീളം വെക്കുന്നു. അപ്പോ അഗ്രമെരിസ്റ്റത്തിന്റെ ധർമ്മം എന്തെന്ന് ചോദിച്ചാല് വേരിന്റെയും കാണ്ഡത്തിന്റെയും നീളം വെക്കൽ അല്ലെങ്കിൽ എലോങ്ങേഷൻ ഓഫ് സ്റ്റെം ആൻഡ് റൂട്ട് ആണ് നമ്മുടെ അഗ്രമെരിസ്റ്റത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗങ്ങളിലാണ് അഗ്രമെരിസ്റ്റം കാണപ്പെടുന്നത്. ഇംഗ്ലീഷിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് പാർശ്വ മെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം ആണ്. കാണ്ഡം, വേര് എന്നിവ വണ്ണം വെക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? പാർശ്വമെരിസ്റ്റമാണ്. ഓക്കെ, അപ്പോ ദ്വിബീജ പത്ര സസ്യങ്ങളിൽ മാത്രമാണ് ഇവര് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, ചില സസ്യങ്ങൾ അല്ലെങ്കിൽ ചില മരങ്ങളുണ്ട്, നമ്മുടെ മാവ്, പ്ലാവ്, തേക്ക് അതുപോലെയുള്ള മരങ്ങളൊക്കെ നമുക്കറിയാം നല്ലോണം വണ്ണം വെക്കുന്ന മരങ്ങളാണ് ആണല്ലോ. അപ്പം എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും വണ്ണം വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാല് അത്തരം വൃക്ഷങ്ങളിൽ ഏത് മെരിസ്റ്റം കാണപ്പെടുന്നുണ്ട്? പാർശ്വമെരിസ്റ്റമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ എന്താണ്? വേര്, അതുപോലെ തേക്ക്, ഇങ്ങനെയുള്ള വണ്ണം വെക്കുന്ന കുറച്ച് മരങ്ങളുടെ എക്സാമ്പിൾസ് തന്നിട്ട് ഇവരിൽ ഏത് തരം മെരിസ്റ്റംസ് ആണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് അവരുടെ ഉത്തരം? ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ പാർശ്വ മെരിസ്റ്റം. അപ്പോ അത്തരത്തിലുള്ള മെരിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? കാണ്ഡം, വേര് എന്നിവ വണ്ണം വെക്കാൻ വേണ്ടി സഹായിക്കുന്ന മെരിസ്റ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു? വണ്ണം വെക്കുന്നു. ഇവർ എവിടെയാണ് കാണുന്നത്? ദ്വിബീജ പത്ര സസ്യങ്ങളിലാണ് കാണുന്നത്. ദ്വിബീജ പത്ര സസ്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ മാങ്ങയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അതിനകത്തുള്ള ആ ഒരു സീഡ് നമുക്ക് രണ്ടായിട്ട് എടുക്കാനൊക്കെ പറ്റുമല്ലേ? ചെറുതായിട്ടിരിക്കുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ എന്താണ്? അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മുടെ ഡൈക്കോട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ദ്വിബീജ പത്ര സസ്യങ്ങൾ. അപ്പൊ ദ്വിബീജ പത്ര സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഈ മാവ്, അതുപോലെ തന്നെ തേക്ക്, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്? നമ്മുടെ ദ്വിബീജ പത്ര സസ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ദ്വിബീജ പത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നവരാണ് പാർശ്വമെരിസ്റ്റം. അവരെന്തിനു വേണ്ടി സഹായിക്കുന്നു? വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കാണ്ഡം, വേര് എന്നിവ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവരാണ് പാർശ്വമെരിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത 3ാമത്തെ മെരിസ്റ്റം നമുക്ക് നോക്കാം. പാർവാന്തര മെരിസ്റ്റമാണ്. പാർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റം എന്നാണ്. ഓക്കെ, ഇവർ പ്രധാനമായിട്ടും നമ്മുടെ കാണ്ഡം നീളം വെക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, കാണ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റെം എന്ത് ചെയ്യുന്നു? എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ലെങ്ത് കൂടാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഏകബീജ പത്ര സസ്യങ്ങളില് പർവ്വത്തിന് മുകളിലായിട്ട് കാണപ്പെടുന്നു. ഏകബീജ പത്ര സസ്യങ്ങൾ എന്ന് പറയുമ്പോൾ മോണോകോട്ട് പ്ലാന്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നമുക്കറിയാം പുല്ലുവർഗ സസ്യങ്ങൾ, അതുപോലെ തന്നെ മുള, അതൊക്കെ എന്താണ്? നമ്മുടെ ഏകബീജ പത്ര സസ്യങ്ങളാണ്. ഇവരൊക്കെ എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം ഇവര് ഭയങ്കരമായിട്ട് നമ്മുടെ തെങ്ങ്, അതുപോലെ മുള, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ണം വെക്കുന്നുണ്ടോ? പുല്ലുവർഗ സസ്യങ്ങൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നില്ല, അവർ നീളം വെച്ചാണ് പോകുന്നത് അല്ലെ. മുളയൊക്കെ നമുക്കറിയാം, ബാമ്പു, അതെന്താണ്? നീളം വെച്ചാണ് പോകുന്നത് നമുക്കറിയാം. പക്ഷെ അവരൊരു പരിധിയിൽ കൂടുതൽ വണ്ണം വെക്കുന്നില്ല. അതിന് കാരണം എന്താണ്? അവരിൽ പാർശ്വമെരിസ്റ്റം ഇല്ല. പക്ഷെ ഏത് മെരിസ്റ്റമാണ് അവർക്ക് കാണപ്പെടുന്നത്? പാർവാന്തര മെരിസ്റ്റമാണ് അവർക്ക് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റമാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇന്റർ കാലറി മെരിസ്റ്റംസ് ഉള്ളത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? എലോങ്ങേറ്റ് ചെയ്ത് പോകുന്നത്. ഈ ഇന്റർ കാലറി മെരിസ്റ്റം എവിടെയാണ് കാണുന്നത് ചോദിച്ചാല് നമ്മുടെ ഏകബീജ പത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ. പർവ്വം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോ മുള അല്ലെങ്കിൽ ബാമ്പു ഒക്കെ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ രണ്ട് പാർട്ടൂടെ വേർതിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് പർവ്വം എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇതാണ് ഇതെന്ന് പറയുന്നത് പർവ്വം. ആ പർവ്വത്തിന് തൊട്ട് മുകളിലായിട്ടാണ് ആര് കാണുന്നത്? ഇത് പർവ്വമാണെങ്കിൽ ആ പർവ്വത്തിന് തൊട്ട് മുകളിലായിട്ടാണ് ആര് കാണുന്നത്? നമ്മുടെ ഇന്റർ കാലറി മെരിസ്റ്റം കാണുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർ കാലറി മെരിസ്റ്റം എവിടെയാണ്? നമ്മുടെ ഏകബീജ പത്ര സസ്യങ്ങളിൽ അവരുടെ പർവ്വം എവിടെയാണെന്ന് നമ്മൾ കണ്ടു. ആ പർവ്വത്തിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർവാന്തര
പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പർവാന്തര മെരിസ്റ്റം എന്തിനു വേണ്ടി സഹായിക്കുന്നു? കാണ്ഡം നീളം വെക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടായിരിക്കും തെങ്ങ് ഒരു പരിധിയിൽ കൂടുതൽ വണ്ണം വെക്കുന്നില്ല, അല്ലെങ്കിൽ മാവ് നല്ലോണം വണ്ണം വെക്കുന്നു, കാരണം എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തരാം. ചിലപ്പോൾ അവർക്ക് പാർവാന്തര മെരിസ്റ്റം ഇല്ല ഉണ്ട്, അല്ലെങ്കിൽ പാർശ്വമെരിസ്റ്റം ഇല്ല ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരാം. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. എന്താണ് തെങ്ങ് വണ്ണം വെക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അവരിൽ ഏത് മെരിസ്റ്റമാണ്? പാർവാന്തര മെരിസ്റ്റമാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ അവർ നീളം വെക്കുന്നു. അവർക്ക് പാർശ്വമെരിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് വലുതായിട്ട് വണ്ണം വെക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യം വെച്ചിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെരിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈറ്റോകൈനസിസും പഠിച്ചു, പിന്നെ മെരിസ്റ്റമിക കലകളെ കുറിച്ചുമാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ കോശ വിഭജന രീതിയായ മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ താങ്ക് യു.